GJ Gold and Diamonds ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 30 വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 100 ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും. ഏവർക്കും GJ Gold and Diamonds ഓണാശംസകൾ. GJ Gold and Diamonds, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. ആവശ്യക്കാർ കുറഞ്ഞു. പ്രതിസന്ധിയിലായി മൺപാത്ര നിർമ്മാണ മേഖല. ഓണവിപണിയിലും പ്രതീക്ഷിച്ച കച്ചവടം ലഭിക്കാതായതോടെ ഏറെ പ്രതിസന്ധിയിലാണ് വടക്കാഞ്ചേരിയിലെ മൺപാത്ര കച്ചവടം. ഓണം ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളെത്തിയാൽ മൺപാത്രങ്ങളിൽ വിഭവങ്ങൾ തയ്യാറാക്കുക മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. നോൺ സ്റ്റിക്ക് ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള പാത്രങ്ങൾ വിപണിയിലെത്തിയെങ്കിലും ഇപ്പോഴും മൺപാത്രത്തിൽ വിഭവങ്ങൾ തയ്യാറാക്കുന്നത് ഒരു ആചാരമായി തുടർന്നു പോരുന്നു. എങ്കിലും ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇത് ഏറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മൺപാത്ര നിർമ്മാണ മേഖലയെയും ഇതാശ്രയിച്ച് ഉപജീവനം നടത്തുന്ന കുടുംബങ്ങളെയുമാണ് ഈ പ്രതിസന്ധി ബാധിക്കുന്നത്. മഴ കൂടിയതും മണ്ണുൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചതും ലഭ്യതക്കുറവുമാണ് മൺപാത്ര നിർമ്മാണ മേഖലയിൽ തിരിച്ചടിയായത്. മഴ കൂടിയതോടെ കച്ചവടം വളരെ കുറവായിരുന്നുവെന്ന് വടക്കാഞ്ചേരി ഓവർബ്രിഡ്ജ് ബൈപ്പാസ് റോഡിൽ മൺപാത്ര കച്ചവടം നടത്തുന്ന മങ്ങാട് സ്വദേശി സന്തോഷ് പറയുന്നു. ഓണത്തിൻ്റെ ബിസിനസ് ആയിട്ടൊന്നുമില്ല. പിന്നെ എത്ര ദിവസം മഴയായിരുന്നു. ഇനി ഇവിടുന്നാണ്ട് 2 ദിവസവും വെയിലൊക്കെ കാണാണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഈ മാതിരിയൊക്കെ വിറ്റിട്ട് സാധാരണ 3 ഒരു വലുതും 2 ചെറുതും. അത് 180 രൂപയാണ് വില മാതിരി. പിന്നെ വലിപ്പത്തിനനുസരിച്ച് വിലയ്ക്ക് വ്യത്യാസം വരും. പിന്നെ ചില ഡിസൈനുള്ള മോഡലൊക്കെ അതിന് വിലയ്ക്ക് വ്യത്യാസം വരും. കച്ചവടം കുറവ് തന്നെയാണ് എല്ലാ സ്ഥലത്തും. ഇതിപ്പോൾ ജനങ്ങൾ ഉപയോഗം കുറഞ്ഞു കുറച്ച് വർഷം മുന്നേ. ഇപ്പോൾ വീണ്ടും ഇതിലേക്ക് വന്നിട്ടുണ്ട്, മൺപാത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് കുറവ് തന്നെയാണ് കച്ചവടം. പിന്നെ കളിമണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കളിമണ്ണ് ഞാൻ പറഞ്ഞില്ല, ഒരു ലോഡ് മണ്ണ് കിട്ടണമെങ്കിൽ 18,000-20,000 രൂപ കൊടുക്കണം. അത് കെടുക്കുന്നത് ചിലപ്പോൾ കുറ്റിപ്പുറത്തോ അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ മലപ്പുറം ജില്ല പല സ്ഥലത്തൊക്കെ ആയിട്ടാണ് മണ്ണ് കെടുക്കുന്നത്. അത് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അത് പാസ് വേണം. പാസ് ഇല്ലെങ്കിൽ അത് നമ്മുടെ പോലീസിന് വണ്ടി പിടിച്ചിടും. അത് അവരുടെ നിയമമാണ്. കാരണം പാസ് ഇല്ലാന്നാണ് കൊണ്ടുവരുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ നമ്മുടെ എരുമപ്പെട്ടി പഞ്ചായത്താണ് കളിമണ്ണ് കെടുക്കുന്നതാണെങ്കിൽ നമുക്ക് സാറന്മാരോട് പറയാം, സാറ് ഞങ്ങളിങ്ങനെ കുമ്പാരന്മാരാണ് ഇവിടെ അടുത്ത്, ഞങ്ങളുടെ കൈത്തൊഴിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ അവർ വിടും, വണ്ടി വിടും. ദൂരെ നിൽക്കുന്നവർക്ക് അവർ നിയമമല്ല നോക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ല, ഷൊർണൂരിൽ നിന്ന് ഇങ്ങോട്ടും തൃശ്ശൂർ ജില്ലയിലത്തെ സാധനങ്ങളൊക്കെയാണ്. മാതേരി മാത്രം വീട്ടിലുണ്ടാക്കുന്നു മാത്രം. ബാക്കിയൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അതിൽ ബുദ്ധന്മാരും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അത് പുറമേ നിന്ന് വരുന്നതാണ്, ഈ ബുദ്ധനും അങ്ങനത്തെ സാധനങ്ങൾ. ബാക്കിയൊക്കെ നമ്മുടെ കേരളം തന്നെ. ഓണമെത്തിയതോടെ മാതേവരെ തേടിയും മൺചട്ടി തേടിയും നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഇത്തവണ അതിശക്തമായ മഴ വ്യാപാരത്തിന് തിരിച്ചടിയായി. ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടുതൽ പേർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് സന്തോഷ് ഉൾപ്പെടെയുള്ള വ്യാപാരികൾ. 3 എണ്ണം ഉൾപ്പെട്ട മാതേവരുടെ ഒരു സെറ്റിന് 180 മുതലാണ് വില ആരംഭിക്കുന്നത്. വലിപ്പത്തിനനുസരിച്ച് വിലയും മാറും. മൺചട്ടികളുടെ വില ആരംഭിക്കുന്നത് 70 രൂപ മുതലാണ്. കളിമണ്ണ് ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവാണ് വില ഉയരാൻ കാരണം. 18,000 മുതൽ 20,000 രൂപ വരെ നൽകിയാണ് കുറ്റിപ്പുറം, മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കളിമണ്ണ് എത്തിക്കുന്നത്. വാഹനങ്ങൾക്ക് പാസ് എടുത്ത് കളിമണ്ണ് എത്തിക്കുന്നതിന് വലിയ രീതിയിൽ സാമ്പത്തിക ചിലവ് വരുന്നുണ്ട്. ഇതും ഈ മേഖലയ്ക്ക് തിരിച്ചടിയാവുന്നുണ്ട്. എങ്കിലും ഈ മേഖലയിൽ തന്നെ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് സന്തോഷിനെ പോലുള്ളവർ. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള മൺപാത്രങ്ങളും പുറത്തു നിന്നുള്ള ശില്പങ്ങളും വിൽപ്പനയ്ക്കുണ്ട്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.